അസ്സലാമലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു പഴയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കപ്പയിൽ എല്ലും അതുപോലെ തന്നെ ഇറച്ചിയുടെ എല്ല്, ഇറച്ചിയുടെ ചെറിയ പീസ്, പാർട്സൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കപ്പ ഇളക്കിയതെന്നാണ് ഞങ്ങൾ പറയാറ്. ചില നാട്ടിൽ ഇതിന് കപ്പ ബിരിയാണി എന്നൊക്കെ പറയാറുണ്ട്. അതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ഇപ്പോൾ 1 കിലോ കപ്പയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ആദ്യം വെള്ളത്തിലിട്ട് നല്ലോണം വേവിച്ച് ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കപ്പ. അത് നല്ലോണം നമുക്ക് വെന്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളയാം. പിന്നെ ഇത് പോത്തിൻ്റെ ഇറച്ചിയുടെ പാർട്സാണ്. എല്ല്, പിന്നെ നെയ്യ്, അങ്ങനത്തെ പാർട്സൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ 8 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിയും ചതച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള മസാലയായിട്ട് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്തിരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ഇത് 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് സമയം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവാണ്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി നമുക്ക് കപ്പ ഇട്ടതിന് ശേഷം ഒഴിച്ച് കൊടുക്കാം. അത് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. വെള്ളം ഉണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഇനി കപ്പ ഫുള്ളായിട്ട് ഇട്ടിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് കുറച്ച് ചീരപ്പറങ്കി, 2-3 ചീരപ്പറങ്കിയും 3 ചെറിയ ഉള്ളിയും പിന്നെ പെരിഞ്ചീരകം 1 ടീസ്പൂണും 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് നല്ലോണം ഒന്നങ്ങ് നല്ല പേസ്റ്റായിട്ട് അരയണ്ട, ഒന്നങ്ങ് അരച്ചെടുക്കണം. എന്നിട്ട് ഇത് അരച്ചെടുത്തിട്ട് നമുക്കിത് വേവിച്ച് വെച്ച ഈ ഒരു കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ നല്ലോണം മിക്സായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് ഇതിൽ വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ച് ഇത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഇളക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അഥവാ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കൊരു കഞ്ഞിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കഞ്ഞിയും കപ്പയും നല്ല അടിപൊളിയായിരിക്കും തിന്നാൻ. അപ്പോൾ നെല്ലുത്തരിയുടെ കഞ്ഞിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതും കൂടി റെഡിയായാലും നമുക്ക് കപ്പയും കഞ്ഞിയും കുടിക്കാം.
ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്